ഒരു വീട്ടിൽ മരണം നടന്നാൽ ആ മരിച്ച ആളുടെ ആരൊക്കെയാണ് പുല ആചരിക്കേണ്ടത്? ഇത് പലർക്കും സംശയമാണ്. പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മരിച്ച ആളുടെ രക്തബന്ധമുള്ള എല്ലാവരും തന്നെ പുല ആചരിക്കണം. അത് 3 തലമുറ മുമ്പോട്ട് 3 തലമുറ പിന്നോട്ട് അവർ പുല ആചരിക്കണം. കാരണം ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഒരു പ്രശസ്തനായ സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹം പറയുകയുണ്ടായി, പിണ്ടകർത്താവ് മാത്രം പുല ആചരിച്ചാൽ മതി എന്ന് ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സംശയം, ഒരാള് പിണ്ടകർത്താവ്, മരിച്ചയാളുടെ പിണ്ടകർത്താവ് എന്ന് പറയുന്ന ആരാണ്? ഒന്നെങ്കിൽ മൂത്ത പുത്രൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അടുത്തയാള്, അവരല്ലേ? അങ്ങനെയാണെങ്കിൽ മരിച്ചയാളുടെ ജ്യേഷ്ഠൻ പിണ്ടകർത്താവ് ആവില്ല. അങ്ങനെയുള്ളവർ പുല ആചരിക്കണ്ട എന്നാണോ അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുളെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും പുല ആചരിക്കണം. അത് രക്തബന്ധമുള്ള എല്ലാവർക്കും പുലയുണ്ട്. പുല എന്താണെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഒരു വീഡിയോയിൽ. നമ്മുടെ ശരീരത്ത് ദശവായുക്കളുണ്ട്. ആ ദശവായുക്കളിൽ ധനഞ്ജയൻ എന്ന വായു ആണ് ഇതിൻ്റെ കാരണക്കാരൻ. ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇത് ആചരിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നമസ്തേ.